കോവിഡിന്റെ ആഘാതത്തിൽ നിന്നും ആഗോള സമൂഹം ഇനിയും പൂർണ്ണമായി മുക്തമായിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിനേക്കാൾ മാരകമായ മറ്റൊരു മഹാമാരിയെ നേരിടാൻ ലോകരാജ്യങ്ങൾ ഒട്ടും സജ്ജമല്ലെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ പ്രിപ്പയർഡ്നെസ് മോണിറ്ററിംഗ് ബോർഡ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത നിസ്സംഗതയെയും പരാജയങ്ങളെയും കുറിച്ച് അക്കമിട്ട് നിരത്തുന്നത്. ഹീനമായ ഹാൻഡ വൈറസ്, എബോള, എംബോക്സ് തുടങ്ങിയ വിനാശകാരികളായ വൈറസുകളോട് മെഡിക്കൽ ലോകം ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോവിഡ് നൽകിയ അതിതീവ്രമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി സുരക്ഷയ്ക്കായി ഒത്തൊരുമയോടെ നീങ്ങുന്നതിൽ ലോകം ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത്. കേവലം ഒരു ആരോഗ്യ പ്രതിസന്ധി എന്നതിലുപരിയായി വരാനിരിക്കുന്ന മഹാമാരി ലോകത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അടിത്തറകളെ ആകെ പിടിച്ചുലയ്ക്കുന്ന വൻ വെല്ലുവിളി ആയിരിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കോവിഡിന് ശേഷവും അന്താരാഷ്ട്ര തലത്തിൽ തുടരുന്ന കടുത്ത രാഷ്ട്രീയ ധ്രുവീകരണം, ശാസ്ത്ര സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാട്ടുതീ പോലെ പടരുന്ന വ്യാജ വിവരങ്ങൾ എന്നിവ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീര്യത്തിന് കടുത്ത മങ്ങലേൽപ്പിക്കുന്നു. ആരോഗ്യ അടിയന്തരാവസ്ഥകൾ അവസാനിച്ചാലും ഈ വിപത്തുകൾ സമൂഹത്തിൽ വിഭജനവും അവിശ്വാസവും ഉണ്ടാക്കിക്കൊണ്ട് തുടരുകയാണ്. ഇത്തരം പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പരിഹാരം കാണാത്തിടത്തോളം കാലം മെഡിക്കൽ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയും തുല്യതയും യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്ന സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. മഹാമാരികളെ പ്രതിരോധിക്കുന്നതിൽ ആഗോളതലത്തിൽ തുടരുന്ന കടുത്ത അസമത്വവും നിസ്സഹരണവും എല്ലാം രാജ്യങ്ങളെയും ഒരുപോലെ അപകടത്തിലാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് റിപ്പോർട്ട് നൽകുന്നത്. എംബോക്സ് രോഗബാധ പൊട്ടിപ്പുറപ്പെട്ട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് വാക്സിനുകൾ കുറഞ്ഞ വരുമാനമുള്ള രാജ്യങ്ങളിൽ എത്തിയത് എന്ന വസ്തുത ആഗോള വിവേചനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. രോഗനിർണയം, വാക്സിനുകൾ, ഫലപ്രദമായ ചികിത്സകൾ എന്നിവ ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായി ലഭ്യമാകുന്നതിൽ നാം ഇപ്പോഴും ഏറെ പിന്നിലാണ്. ആഗോളതലത്തിൽ മഹാമാരികളെ കൃത്യമായി നിരീക്ഷിക്കാൻ ഒരു സ്ഥിരം സ്വാതന്ത്ര്യ സംവിധാനം രൂപീകരിക്കുകയും വാക്സിൻ വിതരണത്തിലും സാമ്പത്തിക സജ്ജീകരണത്തിലും സുതാര്യത കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ വരാനിരിക്കുന്ന മഹാവിപത്തുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ലോകത്തിന് സാധിക്കുകയുള്ളൂ.